എടുത്തു പറയാനായിട്ട് തമന്ന. A movie from the Paymatic universe of Tamil cinema. അരൺമണി 4 ഒരു ഹാർഡ് കോർ തമിഴ് സിനിമയ്ക്ക് വേണ്ടതെല്ലാം ഉള്ളൊരു സിനിമ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പൂജാരി അയാളുടെ മോളെയും കൊണ്ട് തോണി തുഴഞ്ഞു പോവുകയാവും. അപ്പോഴാണ് തോണിയുടെ തുഴയണ സാധനം പുഴയുടെ അടിയിലെ ഒരു കുടത്തിൽ കുത്തി അത് പൊട്ടി ഒരു ഈവിൾ ശക്തിയായ ബാക്കു വന്ന് പൂജാരിയുടെ മോളെ കൊന്ന് ആ ബോഡിയിൽ കയറുന്നത്. മെൻ ഇൻ ബ്ലാക്കിലെ ഏലിയൻസിനെ പോലെയാണ് ഈ ബാക്കു. ഏത് ഷേപ്പിലേക്കും ഷിഫ്റ്റ് ആവാൻ പറ്റും. എന്നിട്ട് അതൊരു മീനെ പിടിച്ച് തിന്ന് വൺ ബിൽഡപ്പ്. ഇത് കണ്ടതും പൂജാരി മൂപ്പറുടെ കയ്യിലുള്ളൊരു വെള്ളമെടുത്ത് ബാക്കുവിന്റെ മേലെ കുടഞ്ഞ് അതിന്റെ ആത്മാവിനെ ആവാഹിക്കും. ആത്മാവയ്ക്ക് ആത്മാവ. എന്നിട്ട് ബാക്കുവിനോട് പറയും, നീ എന്റെ മോളെ കൊന്നില്ലേ, ഞാനിനി എന്റെ ഭാര്യനോട് എന്ത് പറയും, നീ മര്യാദയ്ക്ക് എന്റെ മകളെ അഭിനയിച്ച് എന്റെ വീട്ടിൽ കഞ്ഞി കൊടുക്കുമെന്ന് പറഞ്ഞ് ബാക്കുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബാക്കു എ ഡൊമസ്റ്റിക് ഡെവിൾ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെ ഈ ഡൊമസ്റ്റിക് പ്രേതം അമ്പലത്തിലൊക്കെ പോയി സമാധാനപരമായി ജീവിക്കുകയാവും. അപ്പോഴാണ് അതത് കണ്ടുപിടിക്കുന്നത്. പൂജാരി അതിന്റെ ആത്മാവിനെ ആവാഹിച്ച ആ കുടം ഒരു അമ്പലത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അത് കണ്ടതും ആ കുടം അവിടെ നിന്ന് ബാക്കു എടുത്ത് അത് തുറന്ന് പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഗൈസ്, പഴയ പവറൊന്നും ബാക്കുവിനില്ല. ആ പവർ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ അമ്പലത്തിന്റെ പൂരം നടക്കുന്ന ദിവസമായ ജൂൺ മാസം 15 അന്നേ ദിവസം പിറന്ന ആ ഗ്രാമത്തിലെ 3 ആൾക്കാരെ ഈ കൊല്ലത്തെ പൂരം കഴിയുന്നതിന് മുന്നേ കൊല്ലണം. ആ 3 ആൾക്കാരാണ് ഒരു പോലീസ് ഓഫീസർ, ഒരു യൂട്യൂബർ, പിന്നെ അതിന്റെ കഷ്ടകാലം എന്ന് പറയാലോ സുന്ദർ സിയുടെ പെങ്ങളുടെ കുട്ടിയും. സുന്ദരേട്ടന് തങ്കച്ചി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പാസമാണ്. ഇപ്പൊ റോഡ് സൈഡിൽ ഒരു പെണ്ണിനെ ആരക്രമിച്ചാലും സുന്ദരേട്ടൻ തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷെ ആ പെണ്ണിന്റെ പേര് തന്റെ തങ്കച്ചിയുടെ പേരാണെങ്കിൽ പിന്നെ ഏത് താനോസ് ആണെങ്കിലും അടിച്ചിട്ട് കാപ്പാത്തും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്ദരേട്ടൻ സ്വന്തം പെങ്ങളെ കണ്ടിട്ട് 12 കൊല്ലമായി. കാരണം ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒപ്പം അവൾ ഇറങ്ങിപ്പോയി എന്ന തെറ്റുകൊണ്ടാണ്. അങ്ങനെ തമ്മനെയും ഭർത്താവും 2 കുട്ടികളും ആമസോൺ കാട്ടിന് നടുവിനുള്ളൊരു വരിക്കാശ്ശേരി മനയിൽ ജോസോപ്പിന്റെ പരസ്യം അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് ഒരു ദിവസം തന്റെ ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ബാക്കു പ്ലാൻ ആക്കുന്നത്. ജോഗിങ്ങിന് പോയി അതിന്റെ ഡാഡിയുടെ ബോഡിയിലേക്ക് ബാക്കു കയറും. എന്നിട്ട് അവിടെ നിന്ന് നേരെ വരിക്കാശ്ശേരി മലയിലേക്ക് പോയി കൊച്ചെവിടെ എന്ന് ചോദിക്കും. പക്ഷേ വന്നത് ഭർത്താവല്ല, പ്രേതമാണെന്ന് മനസ്സിലാക്കിയ തമ്മു പിള്ളേർ അവിടുന്ന് പുള്ള പഠിച്ച് രക്ഷിച്ചെടുത്ത് ഒരു കാറിൽ കൊണ്ടുപോയി ഒളിപ്പിക്കും. ബട്ട് ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ബാക്കു തമ്മനെ ഇതല്ല ഗൈസ്, ബാക്കു അടിച്ചു കൂട്ടുന്നതാണ്. അവസാനം തമ്മു വെള്ളമൊക്കെ തെറിപ്പിച്ച് നിരങ്ങിപ്പോകും. ബാക്കു തമ്മുവിനെ കൊന്ന് കിണറ്റിൽ കെട്ടിത്തൂക്കും. പക്ഷെ ഗൈസ്, പിള്ളേരെ ഒളിപ്പിച്ചോണ്ട് അതിനെ കൊല്ലാൻ ബാക്കുവിന് പറ്റിയില്ല. അതുകൊണ്ട് ബാക്കു അവിടുന്ന് നേരെ പോയി അടുത്ത ആൾക്കാരെ കൊല്ലാൻ നോക്കും. ഈ സമയം തമ്മുവിന്റെ മോള് കിണറിന്റെ അടുത്ത് നിന്ന് ഞെട്ടി വീണ് പരിക്കു പറ്റി കിടപ്പിലാവും. അങ്ങനെ തമ്മുവും ഹസ്ബൻഡും മരിച്ച് മോളോട്ട് കിടപ്പിലായ വിവരം അറിഞ്ഞ സുന്ദരേട്ടൻ വരിക്കാശ്ശേരി മനയിലേക്ക് വരികയാണ്. സുന്ദരേട്ടൻ ട്രാക്കിലായ സ്ഥിതിക്ക് ഒരു നായിക വേണമല്ലോ. ഉടനെ ഇറക്കി ഇറാഷി കന്നയെ. ആളൊരു ഡോക്ടറാണ്. തമ്മുവിന്റെ മോളെ നോക്കാൻ വന്നതാവും. വലിയ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, തമിഴ്നാട്ടിലായി പോയില്ലേ. അവൾ അവളുടെ ഗ്രാമത്തിന് വേണ്ടി മെഡിക്കൽ സേവനം നടത്തി ജീവിക്കുകയാണ്. എല്ലാരും ഡോക്ടർക്ക് പഠിച്ചിട്ട് വെളിനാട്ടിൽ പോയി കൈ നിറയെ സമ്പാദിക്கிறாங்க. ഇവ എന്നോ ഉള്ളൂരിൽ സേവ பண்ண போறாங்க. സേവ തമിഴ്നാട്ടിൽ എവിടുന്നോ ഇത്രയും ഗ്രാമസ്നേഹികൾ. അങ്ങനെ ഇവരൊക്കെ തറവാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പണ്ടാർ പ്രേതത്തിന്റെ ശല്യം. കുമിള വിട്ടാൽ അവിടെ പ്രേതം, സെൽഫി എടുത്താൽ അതിൽ പ്രേതം, ബോൾ എറിഞ്ഞാൽ ക്യാച്ച് പിടിക്കുന്നത് വരെ പ്രേതം. ഇതൊന്നും പോരാഞ്ഞിട്ട് കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് വീശിയാൽ അതിൽ പ്രേതം കിടന്ന് പൊട്ടുന്നു. ബേസിക്കലി കൊതുകും പ്രേതമൊക്കെ ചോര കുടിക്കാൻ തന്നെയാണല്ലോ വരുന്നത്. ഇതേ സമയം മറ്റേ ബാക്കു ആണെങ്കിലോ യൂട്യൂബറെയും പോലീസ് ഓഫീസറെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ പോലീസുകാരനെ എയറിൽ കയറ്റി കൊല്ലും. പിന്നീട് സുന്ദരനും യൂട്യൂബറും കൂടി കാട്ടിലൂടെ പോകുമ്പോൾ ബാക്കു വെനമായി വന്ന് പേടിപ്പിക്കും. അത് കണ്ടത് സുന്ദരേട്ടൻ യൂട്യൂബർ എവിടെ ഓടും. യൂട്യൂബർ ഡെഡ്. പിന്നീട് ബാക്കു തമ്മുവിന്റെ മോളെ കൊല്ലാൻ വേണ്ടി പിന്നെയും വരികയാണ്. ആ പൂജാരിയുടെ വേഷം കിട്ടി. പക്ഷെ ബാക്കുവിന് അവളെ കൊല്ലാൻ സാധിക്കുന്നില്ല. എന്തോ ശക്തി അവിടെയുണ്ട്. അപ്പൊ ഇതെന്താണെന്നൊന്നും പിടികിട്ടാതെ വീട്ടുകാർ വണ്ടറടിച്ച് നിൽക്കുമ്പോഴാവും KGF-ൽ നിന്ന് ഗരുഡ വരുന്നത്. എന്നിട്ട് ആ സസ്പെൻസ് അങ്ങ് പറയും, ഞാൻ ഇവിടെ നിങ്ങളെ ശല്യം ചെയ്യുന്ന ബാക്കുവിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ബാക്കുവിന് വീട്ടിൽ കയറാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ വീട്ടിലുള്ളത്. അതായത് തമ്മന. ഡെഡായപ്പോൾ തമ്മനയുടെ ഡെഡ് ബോഡി കത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തമ്മനയുടെ പ്രേതമാണ് ഈ വീട്ടിലുള്ളത്. അവൾ ഈ കൊച്ചുങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാവും ബാക്കുവിൽ നിന്ന്. ഇത് വീട്ടുകാരെല്ലാം അറിഞ്ഞതും തമ്മനയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ട് പിന്നെയും ജോസോപ്പിന്റെ പരസ്യം അഭിനയിക്കാൻ തുടങ്ങും.
ഈ സമയത്താവും ബാക്കുവിനെ പിടിക്കാൻ വന്ന ഗരുഡനെ ബാക്കു പിടിക്കുന്നത്. എന്നിട്ട് ബാക്കു ഗരുഡന്റെ വേഷം കെട്ടിപ്പോയി കുറച്ച് ബംഗാളികളെ വിളിച്ച് തമ്മുവിന്റെ ഡെഡ് ബോഡി കുഴിച്ച് പുറത്തെടുക്കും. ഒരു കുഴി കുഴിക്കാൻ പോലും ബംഗാളികളെ വിളിക്കുന്ന പ്രേതവും. ആ കുഴിയിൽ നിന്ന് തമ്മുവിനെ പുറത്തെടുത്തതും വീട്ടിൽ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിരുന്ന തമ്മു ഹൈഡ്രജൻ പോലും പാറി പോകുന്നത് പോലെ പാറി. ഗരുഡന്റെ മുന്നിലെത്തും. പിന്നെ അവിടെ വൻ ഫൈറ്റ് നടക്കും. ഈ സമയം ഗരുഡൻ ഡോക്ടർ സ്ട്രേഞ്ച് ആവുകയാണ്. ഇതൊക്കെ തമ്മു നൈസായി ഹാൻഡിൽ ചെയ്യും. അപ്പോഴാണ് ഗരുഡൻ സോംബി സ്ട്രേഞ്ച് ആവുന്നത്. അവസാനം തമ്മുവിനെ കൂട്ടിക്കെട്ടി വിറകിൽ വെച്ച് ഗരുഡൻ കത്തിക്കും. കത്തിച്ചത് തമ്മുവിന്റെ പ്രേതം ഭൂമിയിൽ നിന്ന് പോവും. പിള്ളേരെ രക്ഷിക്കാൻ ഇനി നമ്മുടെ തമ്മു ഇല്ല. അതുകൊണ്ട് ഗരുഡൻ നേരെ വരിക്കാശ്ശേരി മനയിൽ പോവുകയാണ്. എന്നിട്ട് ചോദിക്കും എവിടാ കുട്ടിയെന്ന്. അപ്പോഴാണ് ട്വിസ്റ്റ്. ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ സുന്ദരേട്ടൻ കുട്ടിയെയും കൊണ്ട് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അതെ ഗൈസ്, ആ പൂരം നടക്കുന്ന അമ്പലത്തിലേക്ക്. ബാക്കു കുട്ടീനെ കൊന്ന് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. അവനെ കണ്ടത് സുന്ദരേട്ടൻ പൂരത്തിൽ കത്തിക്കാൻ വെച്ചൊരു കോലത്തിനകത്തേക്ക് കുട്ടിയെയും കൊണ്ട് ഓടിക്കേറും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ സുന്ദരേട്ടനും ബാക്കുവും കൂടി വൻ ഫൈറ്റ്. ബാക്കു അതിന്റെ ഉള്ളിൽ നിന്ന് ഷാഡോ ക്ലോണിംഗ് ഒക്കെ ഇറക്കും. സുന്ദരേട്ടൻ മാക്സിമം പിടിച്ചു നിൽക്കും ഗൈസ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ കോലത്തിന്റെ കണ്ണിന്റെ അവിടെ എത്തിയിട്ട് താഴത്തേക്ക് എടുത്ത് ചാടും. ബാക്കുവും പിന്നാലെ ചാടാൻ നിൽക്കുമ്പോഴാവും ഈ വെറുപ്പിക്കലൊന്നും സഹിക്കാൻ വയ്യാതെ ഓപ്പോസിറ്റ് കോലത്തിൽ നിന്ന് ദേവി ഇറങ്ങി വന്ന കോലം അങ്ങ് കത്തിക്കും. ബാക്കു ഡാഡ്. എല്ലാവരും ഹാപ്പി, പിള്ളേരും സേഫ്. അവസാനം കൊച്ചുങ്ങളൊക്കെ സേഫ് ആണെന്ന് കണ്ടതും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി പോയി ഐറ്റം ഡാൻസ് കളിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.